നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഒരുപാട് കാലം മുമ്പ് പരിചയപ്പെടുത്തിയൊരു ഉൽപ്പന്നമായിരുന്നു ഓൺ ബ്രാൻഡിൽ വരുന്ന 100% നാച്ചുറൽ ഹെർബൽ ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത്. അന്ന് ഈ ഉൽപ്പന്നം പരിചയപ്പെടുത്തുമ്പോൾ കൂടുതലായിട്ട് ഇൻഡെപ്തായിട്ട് നമ്മളൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ 100% നാച്ചുറൽ തന്നെയാണോ ഈ ഒരു ഉൽപ്പന്നം? അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും എലമെൻറ്റ്സ് ഹെൽത്ത് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളൊരു പേസ്റ്റാണ് ഈ ഒരു ഹെർബൽ ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ മാത്രമല്ല വീട്ടിൽ പാരൻസാലും ഉപയോഗിക്കുന്ന ഈ ഒരു പേസ്റ്റ് തന്നെയാണ്. കാരണം അച്ഛനൊക്കെ ചെറിയ പല്ലിനൊക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രമേഹം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അറിയാമല്ലോ. മോണയിൽ വീക്കം അല്ലെങ്കിൽ ചോര വരുന്നത്, അതുപോലെ തന്നെ വായ്നാറ്റം പോലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പറയുകയാണെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു പരിധി വരെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പേസ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഏകദേശം ഒരു 2-3 വർഷക്കാലമായിട്ട് നമ്മൾ ആ ഒരു പേസ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇത് 100% നാച്ചുറൽ തന്നെ ആണോ എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ഇതിൽ നാച്ചുറലായിട്ട് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്, അതായത് 100% നാച്ചുറൽ എന്ന് പറയുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് വേപ്പാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് വരുന്നത്. അതുപോലെ തന്നെ ബബൂലുണ്ട്, ഇരട്ടി മധുരം, ഗ്രാമ്പൂം, പിപ്പല്ലി, വജ്രതന്തി, വയമ്പ്, മഞ്ഞൾ, ഇതുപോലുള്ള നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻറ്റും അതിനനുസരിച്ച് അതിൻ്റെ പാകത്തിന് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇവ കൂടാതെ ഈ പേസ്റ്റിൻ്റെ കൺസിസ്റ്റൻറ്റി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, അത് കുറച്ച് കാലം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ ലൈഫ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കെമിക്കൽസ് യഥാർത്ഥത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അവ ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മെൻതോൾ ക്രിസ്റ്റോൾ. ഉദ്ദേശം വായയ്ക്ക് തണുപ്പും ഉല്ലാസവും നൽകുന്നു. മെൻതോൾ അതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളാൽ പ്രശസ്തമാണ്. സുരക്ഷ 5% കുറവായ മിശ്രിതം ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണ്. സോർബിറ്റോൾ. ഉദ്ദേശം ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു കണ്ടൻ്റാണ് സോർബിറ്റോൾ. കൂടാതെ മധുരം കൺട്രോൾ ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു. സുരക്ഷ. സോർബിറ്റോൾ സുരക്ഷിതമായ ഘടകമാണ്. ഇത് പല്ലിന് കേടുവരുത്തുന്നില്ല. PEG 400 അല്ലെങ്കിൽ പോളിത്തിലിൻ ഗ്ലൈക്കോൾ. ഉദ്ദേശം പേസ്റ്റിൻ്റെ സുതാര്യതയും സ്ഥിരതയും ഉറപ്പാക്കുന്നു. സുരക്ഷ. ചെറിയ അളവിൽ ഉപയോഗിക്കുന്നത് വളരെ സുരക്ഷിതമാണ്. സോഡിയം CMC അല്ലെങ്കിൽ കാർബോക്സി മിഥൈൽ സെല്ലുലോസ്. ഉദ്ദേശം ടൂത്ത് പേസ്റ്റിന് ഇടുങ്ങിയ തോതിലും മൃദുവായ സാന്ദ്രത നിർത്തുന്നു. സുരക്ഷ. പൊതുവെ സുരക്ഷിതമാണ്. കാൽസ്യം കാർബണേറ്റ്. പല്ല് മിനുക്കാനും മൈൽഡ് അബ്രസീവായി പ്രവർത്തിക്കാനും സഹായിക്കുന്നു. സുരക്ഷ. ശരിയായ അളവിൽ ഉപയോഗിക്കുമ്പോൾ സുരക്ഷിതമാണ്. ഇതിൻ്റെ അബ്രസീവ് സ്വഭാവം പല്ലിനെ ക്ഷീണിപ്പിക്കില്ല. ഹൈഡ്രേറ്റഡ് സിലിക്ക. പല്ല് മിനുക്കാനും പല്ലുകളുടെ ഉപരിതലം അളക്കാനും സഹായിക്കുന്ന ഇനാമൽ സൗഹൃദ ഘടകമാണ്. സുരക്ഷ. സാധാരണയായി പല്ല് സംരക്ഷണത്തിനായി ഉപയോഗിക്കുന്നു. സോഡിയം സക്കാരിൻ. ഉദ്ദേശം പല്ല് കേടുവരുത്താതെ മധുരം നൽകുന്നു. സുരക്ഷ. കുറവായ അളവിൽ ഉപയോഗിക്കുമ്പോൾ സുരക്ഷിതമാണ്. സോഡിയം ലോറിയൽ സൾഫേറ്റ് അല്ലെങ്കിൽ SLS. ഉദ്ദേശം ഫോം സൃഷ്ടിച്ച് പല്ല് വൃത്തിയാക്കുന്നതിന് സഹായിക്കുന്നു. സുരക്ഷ. കുറവായ അളവിൽ സുരക്ഷിതമാണ്. എന്നാൽ സംവേദനക്ഷമമായ പല്ലുകൾ ഉള്ളവർക്ക് ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. സോഡിയം ബെൻസോയേറ്റ്. ഉദ്ദേശം ബാക്ടീരിയയും ഫംഗസും തടരുന്നതിനുള്ള കൺസർവേറ്റീവാണ്. ശുപാർശ ചെയ്യുന്ന അളവിൽ ഉപയോഗിക്കുമ്പോൾ സുരക്ഷിതമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണ് ആഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പേസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി, അതിൻ്റെ ലൈഫ്, അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായി നിലനിർത്താൻ വേണ്ടിയിട്ട് ഏത് പേസ്റ്റിലായാലും ഇത്ര ഇൻഗ്രീഡിയൻസ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, അത് ചിലപ്പോൾ മറ്റുള്ള പേസ്റ്റുകൾ അത് ചിലപ്പോൾ നമ്മളോട് പുറത്ത് പറയുന്നുണ്ടാവില്ല, ചിലപ്പോൾ ഇതുപോലെ ആഡ് ചെയ്തിട്ടുണ്ടാവും. പലപ്പോഴും നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒന്നും ആരും ശ്രദ്ധിക്കാറില്ലല്ലോ. പക്ഷേ എങ്കിലും നമ്മുടെ ഇവിടെ ഈ ഒരു പേസ്റ്റിൻ്റെ പ്രത്യേകതയിൽ ഇത്രയധികം ഞാൻ ആദ്യം സൂചിപ്പിച്ച അത്രയധികം ഹെർബൽ ഇൻഗ്രീഡിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിതിന് നാച്ചുറൽ ഹെർബൽ ടൂത്ത് പേസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. മാത്രമല്ല നമ്മൾ വളരെ കോൺഫിഡൻസോടു കൂടി പറയുന്നൊരു കാര്യമാണ് ഇതിലെ വാണിങ്ങുകളോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളത്. നമ്മൾ TV കാണുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള പേസ്റ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ വളരെ കൃത്യമായിട്ട് വാണിങ്ങുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേസ്റ്റ് നിങ്ങളെടുത്ത് നോക്കിയാൽ മതി, ഇതിൽ വാണിങ്ങുകളോ കാര്യങ്ങളൊന്നുമില്ല. വാണിങ്ങുകളില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊന്നും പേടിക്കേണ്ടതായിട്ടില്ല. അതിൻ്റെ ക്വാളിറ്റി നിങ്ങളുടെ പല്ലിന് കൃത്യമായിട്ടുണ്ട്.
വായ്നാറ്റമായാലും പല്ലിൻ്റെ മോണയിൽ വീക്കമാണെങ്കിലും പല്ല് പൊടിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം ക്ലിയർ ചെയ്യുന്നതിന് ഇവിടെ ഈ ഒരു പേസ്റ്റ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഉൽപ്പന്നം വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. ഒരു തവണയെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെയും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പേസ്റ്റിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത്. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു ഉൽപ്പന്നവുമായി അടുത്ത ദിവസം കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ.